വെൽക്കം ടു മൂവി ബ്രാൻഡ്. മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പിള്ള. ജനപ്രിയ സീരിയലുകളിലൂടെയാണ് മഞ്ജു എന്ന നടി മിനി സ്ക്രീനിന്റെ സ്വന്തമായത്. മിനി സ്ക്രീൻ എന്ന് മാത്രമല്ല ബിഗ് സ്ക്രീനിലും കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മികച്ച പ്രതികരണങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുമുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടുന്നത്. അടുത്തിടെ താരം നടത്തിയ മേക്ക് ഓവറുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഛായാഗ്രാഹകൻ സുജിത് വാസുദേവുമായി വിവാഹ ജീവിതം നയിക്കുകയായിരുന്ന മഞ്ജു ഇപ്പോൾ ഡിവോഴ്സ് ആയെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളുമാണ്. ഇപ്പോഴത്തെ ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന പരിപാടിയിൽ സംസാരിക്കവേ മഞ്ജു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും താൻ പണ്ട് അഭിനയിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും പറയുന്നത് വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഞാൻ കുറച്ച് സീനിയർ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരിക്കൽ സെറ്റിലുണ്ടായ മോശം അനുഭവം എന്ന് പറയുന്നത് വൃത്തിയില്ലാത്ത ഒരു ടോയ്ലറ്റ് തന്നു. ഒരു പഴയ വീട്ടിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്. അതിന്റെ പുറത്തുള്ള ബാത്റൂമാണ് പൊട്ടിപ്പൊളിഞ്ഞ കിടക്കുകയാണ്. പാമ്പുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അതിനകത്ത് പോകണം എന്നതായിരുന്നു എന്ന് മഞ്ജു പിള്ള പറയുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൃത്തിയില്ലാത്ത സ്ഥലത്ത് മൂത്രമൊഴിക്കാനും മറ്റും പോകുമ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത വീട്ടിലോ മറ്റോ ചോദിച്ചിട്ട് വൃത്തിയുള്ള ഒരു ബാത്റൂമിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന്. പക്ഷെ അവര് തന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം ഞാൻ ഷൂട്ടിന് പോയില്ല, മഞ്ജു പിള്ള പറഞ്ഞു. വസ്ത്രം മാറുന്നത് വരെ അസിസ്റ്റന്റുമാർ ലുങ്കി പിടിച്ച് തന്നിട്ടാണ് വസ്ത്രം മാറുന്നത്. പണ്ട് സീരിയലിൽ അഭിനയിക്കുമ്പോൾ വസ്ത്രം മാറുന്ന സമയത്ത് ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്ന സംഭവമുണ്ട്. നടൻ നീന കുറുപ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡ്രസ്സ് ഇങ്ങനെ മാറാൻ വേണ്ടി പൊക്കുന്ന സമയത്ത് മേലേക്ക് നോക്കുമ്പോൾ 2 കണ്ണുണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇന്ന് പക്ഷെ അങ്ങനെ കാരവാനും മറ്റ് സംഭവങ്ങളുമൊക്കെ ഉണ്ടല്ലോ എന്നും മഞ്ജു പറഞ്ഞു. കാസ്റ്റിംഗ് കൗച്ച് ഒരുപാട് കേൾക്കുന്ന സംഭവമാണ്. അഭിനയ മോഹം മൂത്തിട്ട് കണ്ണ് മഞ്ഞളിച്ച് ഒന്നും നമ്മൾ ചാടി പുറപ്പെടരുത്. കൃത്യമായി അന്വേഷിക്കുക. വീട്ടിലെ അച്ഛനെയോ അമ്മയോ സഹോദരനെയോ ഒക്കെ വിളിച്ച് അന്വേഷിക്കുക. വിളിച്ച് ചോദിക്കുക, ഇതുപോലെയുള്ള കാസ്റ്റിംഗ് കോൾ എന്ന സ്ഥലത്ത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് പോകാം. നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ മകളോടും പറയാറുണ്ട്, യെസ് പറയേണ്ടിടത്ത് യെസ് പറയണം, നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണമെന്ന്. കണ്ണിൽ നോക്കി ഷാർപ്പായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞാൽ 99.9% ആൾക്കാരും അവിടെ നിൽക്കും. വേണമെങ്കിൽ കൈ ഉയർത്തി ഒന്ന് കൊടുക്കാനും മടിക്കരുത്. ഇപ്പോഴത്തെ പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ കുറെയൊക്കെ അങ്ങനെയാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെ മോളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോവാൻ എനിക്ക് പേടിയാണ്. അവിടുത്തെ കാര്യം ആലോചിച്ചിട്ടാണ്. അവൾ കൊടുക്കുകയൊക്കെ ചെയ്യും, കൊടുത്തിട്ടുമുണ്ട്. സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുമുണ്ട്. സിനിമ മോശം മേഖലയാകുന്നത് സിനിമ ഒരു ഗ്ലാമറസ് മേഖല ആയതുകൊണ്ടാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ 10 പേര് അറിയുന്നത് കൊണ്ടാണ്. പക്ഷേ എല്ലാ ഓഫീസിലും ഇതുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഈ ബാത്റൂമിന്റെ ഇഷ്യൂ ഒക്കെ എത്ര ഓഫീസുകളിൽ കേട്ടിട്ടുണ്ടെന്നും മഞ്ജു പിള്ള ചോദിക്കുന്നു. 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും വരും. ഞാനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട്. എന്റെ മനസ്സ് എന്റെ കയ്യിലാണ്. അത് വളരെ പ്രയാസമാണ്. എത്രയോ വർഷമെടുത്താണ് അതെന്റെ കയ്യിലാക്കിയതെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്ക് പറിച്ചു തരുന്ന ചില സുഹൃത്തുക്കളാണെന്ന് മഞ്ജു പറയുന്നു.